ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബ്ലൂ ബെൽസിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എഗ്ഗ്. അപ്പോൾ നമുക്കൊരു എഗ് ബിരിയാണി തയ്യാറാക്കി നോക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നമ്മൾ മിക്സഡ് ആയിട്ടാണ് ചെയ്യുന്നത്. പല രീതിയിലും നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ റൈസും എഗ്ഗും ഒക്കെ കൂടെ മിക്സഡ് ആയിട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അധികം സമയമൊന്നും വേണ്ട. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് പറയുന്നത്. അല്ലാതെയുള്ള ബിരിയാണി അല്ല. നമുക്ക് പല രീതിയിലും ചെയ്യാമല്ലോ. അപ്പോൾ നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് മുട്ട ബിരിയാണി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ മുട്ട പുഴുങ്ങി, ഞാനൊരു 10 മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട പുഴുങ്ങി നമ്മൾ മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതേപോലെ ചെറിയുള്ളി, ഇത്രയും സാധനങ്ങൾ ഒരു ചോപ്പറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇത് നന്നായി ക്രഷ് ചെയ്തെടുക്കുക. ഇതാ ഈ ഒരു പരുവാണ് കറക്റ്റ്. കാണുന്നില്ലേ? ഉരുളി ചൂടായി വന്നിട്ടുണ്ട്. ഒരു 3 സ്പൂൺ നെയ്യും 3 സ്പൂൺ വെളിച്ചെണ്ണയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഷാ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ജീരകത്തിനേക്കാളും കുറച്ചും കൂടെ ചെറിയൊരു ജീരകമാണ്. ബിരിയാണി മസാലയിലൊക്കെ കാണാം. എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഒരു നുള്ള് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. അഞ്ച് കറുവപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജാതിപത്രി ഒരു ചെറിയൊരു കഷ്ണം. നമ്മളതൊന്ന് ചൂടായി വരാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം. ഇപ്പം ഈ സമയത്ത് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാൻ മറന്നു പോകരുത്, പൊടി കരിഞ്ഞു പോവും. അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഒരു 4 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് പൊടി നന്നായി മൂക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഉള്ളിക്ക് വേണ്ട ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. മുഴുവൻ എടുത്തിടരുത്, കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അവസാനം ഇടാൻ വേണ്ടി കുറച്ച് എടുത്ത് വെക്കണം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായി അത് മിക്സായി വരണം. ഉള്ളി നന്നായി ഫ്രൈ ആയതിനു ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 2 തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലുതാണ് 1 തക്കാളി മതി. തക്കാളി നന്നായി വെന്ത് വരുന്നവരെ നമുക്ക് ഇളക്കാം. ഞാനിവിടെ 10 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമുക്കൊരു 6 മുട്ട ഇതിൽ പൊടിച്ച് ചേർക്കണം. ആ റൈസിലേക്കും കൂടെ ആ എഗ്ഗിൻ്റെ ഒരു സ്മെല്ലും ആ ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 4 മുട്ട നമ്മൾ അങ്ങനെ തന്നെ ഇടണം. ബാക്കി നമുക്ക് പൊടിച്ചെടുക്കാം. നമുക്ക് 6 മുട്ടയും നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ഈ കൂട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ഇതേപോലെ ഫോർക്ക് കൊണ്ട് കുത്തിയിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. മസാലയൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാ മുട്ടയും അങ്ങനെ ചെയ്യാം. ഞാനിവിടെ 4 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഇരട്ടി 8 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത്. നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഒരു 9 കപ്പ് വെക്കണം കേട്ടോ. കാരണം പല അരിയും പല വേവായിരിക്കും. ചില അരിക്ക് വെള്ളം കുറച്ച് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം അരിൻ്റെ വേവ് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പ് കൂടുതൽ, അപ്പോൾ 9 കപ്പ്, 4 കപ്പ് അരിയാണ് 9 കപ്പ് വെള്ളം നമ്മൾ തിളപ്പിച്ച് വെക്കുക. അതിന് ശേഷം 8 കപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ആദ്യം തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. മസാലയൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 8 കപ്പ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം അരിയൊക്കെ ഇട്ടതിന് ശേഷം വെള്ളം കുറവാണെന്ന് തോന്നിയാൽ ആ തിളച്ച വെള്ളം 1 കപ്പ് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ തന്നെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കുറച്ച് മുന്നിൽ നിൽക്കണം കേട്ടോ. അരിക്കും കൂടെയുള്ള ഉപ്പ് മുന്നിൽ നിൽക്കണം. ഒരു 50 ഗ്രാം കാഷ്യൂനട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് അതിലേക്ക് മിക്സ് ചെയ്യാം. ഈ ടൈമിലാട്ടോ നമ്മൾ ഉപ്പും എരിവും എല്ലാം നോക്കേണ്ടത്. ഈ സമയത്താണ്. അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ടൈമിൽ ടേസ്റ്റൊക്കെ നോക്കുക. കപ്പ് തൈര് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അരി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റ്. അത് ഊറ്റിയതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് ഈ വെള്ളം തിളച്ച് വരുമ്പോൾ അരി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുക്കുക. അരിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു നല്ല മൂടി വെച്ച് മൂടി അതിൻ്റെ മേലെ ഒരു വെയിറ്റും വെക്കുക. നല്ല ടൈറ്റായിട്ടിരിക്കണം. ഇടയ്ക്ക് തുറന്ന് നോക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 2-3 പ്രാവശ്യം ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം.
ഞാൻ മൂടി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇതിന് വെള്ളം കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന 1 കപ്പ് വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് വേവിക്കുക. ചോറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ എഗ്ഗൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് ശേഷം ഇതൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് ബാക്കി വെച്ചില്ലേ, അത് ഫ്രഷായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ട് നെയ്യിൽ വറുത്തത് ചേർത്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ എഗ് ബിരിയാണി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും ചെയ്തു നോക്കണം. നല്ല ടേസ്റ്റാണ്. ചിക്കൻ ബിരിയാണിയേക്കാൾ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു രീതിയാണിത്. സിമ്പിളായിട്ട് ചെയ്യാനും കഴിയും. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. ചെയ്തു നോക്കി അതിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ എല്ലാ വീഡിയോസും കിട്ടാൻ വേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.